നമുക്കൊരു യാത്ര പോയാലോ? ഇതിന് മുന്നത്തെ ഷോട്ട് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കാൻറ്റർബറി വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ രണ്ടാം പെരുന്നാളും നാട്ടിലത്തെ പെരുന്നാളും കൂടെ ആയത് കാരണം കൊണ്ട് തന്നെ ഈദ് വിഷസ് എല്ലാം പോകുന്ന വഴി അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. ബസ് കയറാൻ വേണ്ടി പോയപ്പോൾ ഈ പുള്ളിക്കാരിയായിരുന്നു ബസ് സ്റ്റേഷനിൽ ആദ്യം എത്തിയത്. അത് കാരണം കൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ആദ്യം കയറണം എന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ബസ്സിൽ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും ഓരോരോ നാട്ടിലെ രീതികളല്ലേ, നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളും വെയിറ്റ് ചെയ്തു. കല്യാണം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ പിന്നെ കോമൺ ഓഫ്സ് തന്നെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ട്രിപ്പ് എസെൻഷ്യൽ ആയിരുന്നു ഞങ്ങൾക്ക്. അതിനുവേണ്ടി തന്നെ പെരുന്നാൾ പ്രമാണിച്ച് അങ്ങ് 3 ദിവസം ഒരു ഓഫ് എടുത്തു. ഞങ്ങൾക്ക് ക്ലോസ് ആയിട്ട് സ്ട്രാറ്റ്ഫോർഡ് ഇന്റർനാഷണലിൽ നിന്നായിരുന്നു കാൻറ്റർബറിയിലോട്ട് പോകാനുള്ള ട്രെയിൻ കിട്ടിയിരുന്നത്. ട്രെയിൻ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താണ് ഓടി വന്നത്. അതുകൊണ്ട് തന്നെ കോഫി ഷോപ്പ് അങ്ങ് വല്ലാണ്ട് അട്രാക്ട് ചെയ്തു. സദേൺ റെയിൽവേസ് ടച്ച് ചെയ്യുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നോക്കിയപ്പോഴാണ് നമ്മൾ പോകാൻ വിചാരിച്ച സ്ഥലം അതിനകത്ത് ഉണ്ടെന്ന് കണ്ടത്. പോകേണ്ട ടൈമും കാര്യങ്ങളൊക്കെ ഇക്കൊക്കെ പ്ലാൻ ചെയ്ത കാരണം കൊണ്ട് ട്രെയിനെക്കാട്ടിയും ഒരുപാട് നേരത്തെയായിരുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ. എയർപോർട്ടിൽ നേരത്തെ എത്തിയ കഥകൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എസ്കലേറ്റർ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ സൈഡിൽ കൂടെ പോകുന്ന റെയിൽവേ ട്രാക്ക് കണ്ടത്. തലയുടെ മേലെ കൂടെ ഒക്കെ ഇത്ര വിസിബിളായി പോകണ കണ്ടപ്പോൾ എന്തോ ഒരു വിചിത്രത ഫീൽ ചെയ്തു. വിചിത്രതയോ അങ്ങനെ ഒരു വാക്കുണ്ടോ എന്തെങ്കിലും ആവും. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങൾക്ക് 2 ട്രെയിൻസ് മാറി കയറണമായിരുന്നു. പെരുന്നാളിന്റെ തലേ ദിവസം കട തപ്പി കണ്ടുപിടിച്ച് ഒരു ഹെന്നാക്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സമയപരിമിതി കാരണം കൊണ്ട് അതങ്ങ് സെക്കൻഡ് ഡേ ട്രെയിനിൽ വെച്ചാക്കി. സോ ട്രെയിനിൽ വെറുതെ ബോറടിച്ചിരിക്കണ്ടല്ലോ, ഇടയിൽ കൂടി ഈദ് വിഷു നടക്കണ്ടായിരുന്നു. അങ്ങനെ ഒരു പണി കിട്ടി. അതന്നെ, ഇറങ്ങേണ്ട സ്റ്റോപ്പിലൊന്നും ഇറങ്ങിയില്ല. പിന്നെ തിരിച്ചു പോകാനുള്ള ട്രെയിനിന് വെയിറ്റ് ചെയ്യണ്ടോ. ഒരിക്കലും കാൻറ്റർബറി വെസ്റ്റ് സ്റ്റേഷനിലോട്ട് എത്തി. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് മാറി ഇറങ്ങി വന്നപ്പോഴത്തേക്കും റിവർ ടൂർ ബുക്ക് ചെയ്ത് വെച്ച കാരണം കൊണ്ട് തന്നെ ലേറ്റ് ആവും എന്നുള്ളൊരു പേടിയിൽ ഓട്ടപ്പാച്ചിലായി അവിടെ നിന്ന്. കാര്യം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു 5-6 മിനിറ്റിന്റെ ദൂരമേ കാണിക്കുന്നുള്ളെങ്കിലും ഞങ്ങളുടെ കയ്യിലാകെ 4 മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ മിനിറ്റുകളുടെ വ്യത്യാസം ഓവർകം ചെയ്യാൻ വേണ്ടി ഓടി വരുമ്പോഴാണ് ഞങ്ങൾ ഈ സ്പോട്ട് അങ്ങ് കാണുന്നത്. ബേസിക്കലി ഞങ്ങൾ തലേ ദിവസം റീൽസിൽ കണ്ടിരുന്നു. റിവർ ടൂർ ഇനി എങ്ങനെയാ ബുക്ക് ചെയ്ത ടൈമിൽ എത്തിയില്ലെങ്കിൽ കേറ്റൂല്ലേ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ ഓട്ടത്തിന്റെ കാര്യമൊന്നും ഉണ്ടായില്ല. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ബുക്കിംഗ് കാണിച്ചപ്പോഴത്തേക്കും അവർ നമുക്ക് ബോട്ട് അസൈൻ ചെയ്തു. നമ്മുടെ തോണിക്കാരനാണ് ആറ്റം. നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ആ നമസ്കാരം വന്നത്. നാട്ടിൽ വരുമ്പോഴാട്ടോ നമ്മളെ കേരളത്തിന് ഇത്രയധികം ഫാൻസ് ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. നമ്മളൊരു 1 ഹവറുള്ള ജേർണി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലണ്ടനിലെത്തി 2 വർഷമായിട്ടും പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാത്ത കാരണം കൊണ്ട് എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഈ 3 ദിവസം ലീവ് എടുത്തിട്ട്. അങ്ങനെ ഞങ്ങൾ കൺഫ്യൂഷൻ തലേ ദിവസം രാത്രിയാണെങ്കിലും സനയാണ് തീർത്തു തന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലത്തെ ഫോട്ടോഗ്രാഫറെ. റീൽസ് ഒക്കെ ഓവർ റേറ്റഡ് ആയിരിക്കും എന്ന് പേടിച്ചിട്ടാണ് വന്നത്. നല്ലൊരു പീസ്ഫുൾ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക്. ഐ ഗസ് ഈ സ്ഥലത്തിന്റെ ഫുൾ ഭംഗി വീഡിയോയിൽ പതിഞ്ഞു. കാൻറ്റർബറിയിലത്തെ ബാക്കി വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പാർട്ട് 2 പ്രതീക്ഷ. ആരും കാണാൻ മറക്കല്ലേ.